ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മോണോപ്പൊളി എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞ ഫസ്റ്റ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെ കളിക്കണമെന്നൊക്കെ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കുക. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേൺ ആയിട്ട് ഞാൻ ഒരു പ്രോപ്പർട്ടിയാണ് ഇടുന്നത്. സെക്കൻഡ് ടേണും ഞാൻ ഒരു പ്രോപ്പർട്ടിയാണ് ഇടുന്നത്. തേർഡ് ടേൺ ആയിട്ട് നമുക്ക് വീണ്ടും കളിക്കണം എന്നുണ്ടെങ്കിൽ പാസ് ഗോ ഇടുക. അപ്പോൾ നമ്മൾ 2 കാർഡ്സ് എടുക്കേണ്ടി വരും. ഡ്രോ 2 കാർഡ്സ്. അപ്പോൾ ഗൈസ്, എനിക്ക് കിട്ടിയ കാർഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ കാർഡ്സൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്കിപ്പോൾ കളിക്കണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് എൻ്റെ ടേൺ. അപ്പോൾ നമുക്കിപ്പോൾ 4 കാർഡ്സേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഒരു കാർഡ് എടുക്കണം. ഓറഞ്ച് കാർഡാണ് കിട്ടിയത്. അപ്പോൾ ഇനി എൻ്റെ ഓപ്പണൻറ്റിൻ്റെ ടേണാണ്. എന്തൊക്കെയാണ് കളിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കളിയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇട്ടത്. അപ്പോൾ സെക്കൻഡ് ടേണായിട്ട് ഇടുന്നത് സെക്കൻഡ് ടേണായിട്ട് ഇട്ടത് ഈ കാർഡാണ്. ഇറ്റ്സ് യുവർ ബർത്ത്ഡേ. കളക്ട് 2 ഫ്രം ഈച്ച് പ്ലെയർ. അപ്പോൾ എൻ്റെ കയ്യിൽ റെൻറ്റ് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് ഞാനിപ്പോൾ കൊടുത്ത കാർഡ് വേറെ പ്രോപ്പർട്ടി ആയിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ ഫസ്റ്റ് ടേൺ ഇതും സെക്കൻഡ് ടേൺ ഇതുമാണ് ഇപ്പോൾ കളിച്ചത്. അപ്പോൾ ഇനി തേർഡ് ടേൺ എൻ്റെ ഓപ്പണൻറ്റ് തേർഡ് ടേൺ ആയിട്ട് പാസ് ഗോ ആണ് ഇട്ടത്. അപ്പോൾ 2 കാർഡ്സും കൂടി എടുക്കണം. 1 2. അപ്പോൾ വീണ്ടും എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കളി തന്നെയാണ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ ഫസ്റ്റ് ടേൺ ആയിട്ട് ഇടുന്നത് ഫസ്റ്റ് ടേൺ ആയിട്ട് ഇടാൻ പോകുന്നത് സ്ലൈഡിൽ. അപ്പോൾ സ്ലൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഓപ്പണൻറ്റിന് എൻ്റെ ഒരു പ്രോപ്പർട്ടി സ്റ്റീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ഞാൻ കൊടുത്തേ പറ്റൂ. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് ഇതിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് 2 കാർഡ്സായി. ഈ കാർഡ്സ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാർഡ്സ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടീസ് ഓൺഡ് ആൻഡ് റെൻ്റെന്ന്. അപ്പോൾ 2 പ്രോപ്പർട്ടീസ് ഉണ്ട് എൻ്റെ ഓപ്പണൻറ്റിന്. അപ്പോൾ റെൻ്റായിട്ട് 4 ആണ് വരുന്നത്. എല്ലാ പ്രോപ്പർട്ടീസും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ തേർഡ് ടേണാണ്, സെക്കൻഡ് ടേണാണ്. അപ്പോൾ കളിച്ചോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഓപ്പണൻറ്റ് പറഞ്ഞു സ്കിപ്പ് ചെയ്യുവാണെന്ന്. അപ്പോൾ അടുത്ത എൻ്റെ ടേണാണ്. എൻ്റെ ഓപ്പണൻറ്റിന് 5 കാർഡ്സ് ഉണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എൻ്റെ ടേണാണ്. ഞാൻ 2 എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഗൈസ്, ഇനി എൻ്റെ ടേണാണ്. അപ്പോൾ അതെ, ഞാൻ എടുത്ത കാർഡ്സ് ഇതൊക്കെയാണ്. നമ്മൾ ഓപ്പണൻറ്റ് നമ്മുടെ കാർഡ്സ് കാണിക്കാൻ പാടില്ല. അപ്പം എനിക്ക് പ്രോപ്പർട്ടി ഒന്നും ഇടാനില്ല, ബട്ട് എനിക്ക് ഈ കാർഡ് ഇടാൻ പറ്റും. അപ്പോൾ എനിക്ക് എൻ്റെ ഓപ്പണൻറ്റ് റെൻറ്റ് തരേണ്ടി വരും. കളക്ട് 2 ഫ്രം ഈച്ച് പ്ലെയർ. റെൻറ്റ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കൊടുത്ത പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കാർഡ് ഉള്ളതുകൊണ്ട് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കളക്ട് റെൻറ്റ് ഫ്രം ഈച്ച് പ്ലെയർ ഫോർ ഈച്ച് പ്രോപ്പർട്ടി പ്രോപ്പർട്ടി യു ഓൺ ഇൻ ദറ്റ് കളർ. അപ്പോൾ എനിക്ക് ഓറഞ്ച് ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒരു കാർഡേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് റെൻ്റായിട്ട് തരേണ്ട ഒരു രൂപയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ഓപ്പണൻ്റ് ഏതാ തരുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് വേറെ പ്രോപ്പർട്ടീസോ റെൻറ്റ് തരാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ കാർഡാണ് തന്നത്. അപ്പോൾ ഇതെനിക്ക് വയ്ക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേൺ സെക്കൻഡ് ടേൺ തേർഡ് ടേണും ഫസ്റ്റ് ടേൺ ഇതായിരുന്നു, സെക്കൻഡ് ടേൺ ഇതായിരുന്നു. പിന്നെ എനിക്ക് ഈ തേർഡ് ടേൺ ആയിട്ട് എൻ്റെ കയ്യിൽ വേറെ കാർഡില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇടുകയാണ്. ഇപ്പോൾ ഈ ഡബിൾ ത്രെഡിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് ആദ്യം തന്നെ കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഡബിൾ ത്രെഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ 2 കാർഡ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഇതിനിട്ടാൽ നമുക്ക് റെൻറ്റ് ഡബിളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഇടുവാണ് തേർഡ് ടേൺ ആയിട്ട്. ഇത് 2 ഒരുമിച്ചിട്ടാൽ നമ്മുടെ ഒറ്റ ടേണായിട്ടേ കൂട്ടുള്ളൂ. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ കാർഡ്സ് ചൂസ് ചെയ്യുന്നത് ഇതാണ്.
ഇത് ചൂസ് ചെയ്താലേ എനിക്ക് കൂടുതൽ റെൻറ്റ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് ഒറ്റ കാർഡിന് രണ്ടാണ് റെൻറ്റ്, ഇതിന് ഒറ്റ കാർഡിന് 1 റെൻറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ റെൻറ്റും കൂടെ ഇട്ടുകൊണ്ട് എനിക്ക് 2 × 2 4 ആണ് തരേണ്ടത്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് 4 ഇല്ലാത്തതുകൊണ്ട് ഈ കാർഡ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാർഡ് കിട്ടി. അപ്പോൾ എനിക്കൊരു പ്രോപ്പർട്ടി ആവാനായിട്ട് ഒറ്റ കാർഡും കൂടെ മതി. അപ്പോൾ എനിക്കിതൊരു കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവും. അപ്പോൾ എൻ്റെ ടേൺ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. എൻ്റെ ടേൺ കഴിഞ്ഞു. ഓരോ ചാൻസിൽ ഒരാൾക്ക് 3 ടേണേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 3 കാർഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 2 എടുക്കണം. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ കാർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്ലൈഡിയിലും റെൻറ്റ് കാർഡുമാണ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കളിയാണിനി. അപ്പോൾ ഓപ്പണൻറ്റ് 2 കാർഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടേൺ എൻ്റെ ഓപ്പണൻറ്റ് ഫസ്റ്റ് ടേൺ ആയിട്ട് ഇട്ടത് ഡെപ്റ്റ് കളക്ടറാണ്. അപ്പോൾ ഡെപ്റ്റ് കളക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൊടുക്കുകയാണെങ്കിൽ 6 ആവും. പിന്നെ പ്രോപ്പർട്ടി ആവാനായിട്ട് കംപ്ലീറ്റ് പ്രോപ്പർട്ടി വേഗം ആകുകയും ചെയ്യും എൻ്റെ ഓപ്പണൻറ്റ്. അതുകൊണ്ട് ഞാൻ ഇതാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ഓപ്പണൻറ്റ് സെക്കൻഡ് ടേൺ ആയിട്ട് ഇട്ടത് സ്ലൈഡിയിലാണ്. അപ്പോൾ എനിക്ക് ഈ കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ കൊടുത്തേ പറ്റൂ. അപ്പോൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവാറായി എൻ്റെ ഓപ്പണൻറ്റിന്. ഇപ്പം എൻ്റെ ഓപ്പണൻറ്റിൻ്റെ തേർഡ് ടേൺ ഏതാണെന്ന് വെച്ചാൽ തേർഡ് ടേൺ ഇടുന്നില്ല. എൻ്റെ ഓപ്പണൻറ്റ് തേർഡ് ടേൺ സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേൺ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും 5 കാർഡ്സ് വേണം. 5 കാർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര എണ്ണം കൂടെ എടുത്താൽ 5 കാർഡ്സ് ആവുമോ അത്ര നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇനി എൻ്റെ ടേണാണ്. നമ്മൾ 2 കാർഡ്സ് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് വേറെ പ്രോപ്പർട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ ഏതെങ്കിലും റെൻറ്റ് കാർഡ്സ് ഒന്നും ഇടാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് 2 എടുത്തപ്പോൾ കിട്ടിയത് ഫോസ്റ്റഡിയിലും പാസ്കോയുമാണ്. ഞാൻ അപ്പോൾ കളിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നത് സ്ലൈഡിയിലാണ്. നമുക്കിപ്പോൾ കാർഡ്സ് ഇല്ലെങ്കിൽ സ്ലൈഡിയിലൊക്കെ ഇടാം. സ്ലൈഡിയിലിട്ടിട്ട് ഞാൻ പിക്ക് ചെയ്ത കാർഡ് ഇതാണ്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ടേൺ ആയിട്ട് ഞാൻ ഇടുന്നത് ഞാൻ വേറെ കാർഡ് ഇടേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ കാർഡ് ഇടുവാണെങ്കിൽ എനിക്ക് റെൻറ്റ് തരേണ്ടി വരും എൻ്റെ ഓപ്പണൻറ്റ്. അപ്പോൾ ഞാൻ ഈ കാർഡ് ഇട്ടു. അപ്പോഴത്തേക്കും എനിക്ക് 1 കാർഡേ ഉള്ളൂ. അപ്പോൾ റെൻറ്റായിട്ട് എനിക്ക് 2 രൂപയാണ് തരേണ്ടത്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എനിക്ക് ഇതാണ് തന്നത്. അപ്പോൾ എൻ്റെ തേർഡ് ടേൺ ആയിട്ട് ഞാൻ പാസ്കോ ആണ് ഇടുന്നത്. പാസ്കോ ഇട്ടാൽ 2 കാർഡ് എടുക്കണം. അപ്പോൾ ഞാൻ 2 കാർഡ് എടുത്തു. അപ്പോൾ എനിക്ക് 2 പ്രോപ്പർട്ടിയാണ് കിട്ടിയത്. നന്നായി. ഫസ്റ്റ് ടേൺ സെക്കൻഡ് ടേൺ ഞാൻ 2 പ്രോപ്പർട്ടിയും എൻ്റെ ഫസ്റ്റ് ടേൺ സെക്കൻഡ് ടേൺ ആയിട്ട് ഇട്ടു. പിന്നെ എൻ്റെ ഫോസ്റ്റ് ഡീൽ ഉണ്ടെന്ന് ഞാൻ അതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ഈ കാർഡ് ഞാൻ തിരിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ഡീലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ കാർഡാണ് കൊടുത്തത്. പിന്നെ എൻ്റെ ഫസ്റ്റ് ടേൺ ആയിരുന്നു അത്, കാരണം ഞാൻ പാസ്കോ ഇട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ടേണും തേർഡ് ടേണും ആയിട്ട് ഇടാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ടേൺ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ എനിക്കിപ്പോൾ 3 കാർഡ്സേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി 2 കാർഡ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ 2 കാർഡ്സ് എടുക്കാൻ പോവാണ്. 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഈ 2 കാർഡ്സാണ് 2 പ്രോപ്പർട്ടി കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എൻ്റെ ഓപ്പണൻറ്റിൻ്റെ ടേണാണ്. അപ്പോൾ ഗൈസ് എൻ്റെ ഓപ്പണൻറ്റ് 2 കാർഡ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടേണായിട്ട് ഈ പ്രോപ്പർട്ടിയാണ് ഇട്ടേക്കണത്. സെക്കൻഡ് ടേണായിട്ട് വേറൊരു പ്രോപ്പർട്ടിയും കൂടെയാണ് ഇട്ടേക്കണത്. എൻ്റെ ഓപ്പണൻറ്റ് പറഞ്ഞു സ്കിപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ കളിയാണ്. ഇനി 5 കാർഡ്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൽ 5 കാർഡ്സ് ഉണ്ട്. ജെസ്സൈനോയും ഡീൽ ബ്രേക്കറും വളരെ OP കാർഡ്സാണ് എൻ്റെ ഓപ്പണൻറ്റിനുള്ളത്. ഇത് ശരിക്കും കാണിച്ച് കളിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾ കാണിച്ച് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാകാനും കൂടി ആയിട്ടാണ്. ആ 2 കാർഡ് എടുത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ 2 കാർഡ്സാണ് കിട്ടിയത്. അപ്പോൾ ഇതും കൂടെ ഇട്ടാൽ എനിക്ക് കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവും. അങ്ങനെ 3 കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഞാൻ ജയിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് എൻ്റെ ടേണാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേണായിട്ട് ഞാൻ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവാനായിട്ട് ഇതാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആയി. അപ്പോൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഇച്ചിരി മനസ്സിലാവാനായിട്ട് മാറ്റി വയ്ക്കുക. അതിൻ്റെ എൻ്റെ സെക്കൻഡ് ടേണായിട്ട് ഞാൻ ഇതിട്ടു. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ 2 കാർഡ്സ് കിട്ടിയാൽ കംപ്ലീറ്റ് സെറ്റാവും. പക്ഷേ ഇതിന് റെൻറ്റ് കുറവാന്നേ ഉള്ളൂ. 2 കാർഡ്സ് കിട്ടിയാൽ കംപ്ലീറ്റ് സെറ്റാവും.
അത് പിന്നെ എനിക്ക് ഈ കാർഡുണ്ട്, വൈൽഡ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിട്ടാൽ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആകും. അപ്പോൾ ഞാൻ ഇതാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ തേർഡ് ടേണും കഴിഞ്ഞു. എൻ്റെ ഫസ്റ്റ് ടേൺ ഇതായിരുന്നു, സെക്കൻഡ് ടേൺ, തേർഡ് ടേൺ ഞാൻ ഇത് രണ്ടും ഇട്ടു. അപ്പോൾ എനിക്ക് ഒരു 2 കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആയി. ഇത് നോക്ക്. അപ്പോൾ എനിക്ക് ഇപ്പം 4 കാർഡ്സേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു കാർഡും കൂടെ എടുക്കേണ്ടി വരും. എനിക്കിതാണ് കിട്ടിയത്. അപ്പം എൻ്റെ ഓപ്പണൻ്റ് ടേണാണ്. എൻ്റെ ഓപ്പണൻ്റ് 2 കാർഡ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ടേണായിട്ട് എൻ്റെ ഓപ്പണൻ്റ് ഈ കാർഡാണ് ഇട്ടേക്കുന്നത്, അതൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ സെക്കൻഡ് ടേണായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ പുറത്ത് വൈൽഡ് പ്രോപ്പർട്ടിയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും പ്രോപ്പർട്ടിയുടെ പുറത്ത് ഇതിട്ടാൽ അത് കംപ്ലീറ്റ് സെറ്റാവും. അപ്പോൾ ഇത് രണ്ട് കാർഡ്സ് മതിയായിരുന്നു ഇത് കംപ്ലീറ്റ് സെറ്റാകാൻ. അപ്പോൾ ഇതും കൂടി ഇട്ടപ്പോൾ ഇത് കംപ്ലീറ്റ് സെറ്റായി. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് ഒരു കംപ്ലീറ്റ് പ്രോപ്പർട്ടിയും എനിക്ക് 2 കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആയി ഗൈസ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ തേർഡ് ടേൺ ആണ് ഇട്ടത്. ഫസ്റ്റ് ടേൺ ഇതായിരുന്നു, സെക്കൻഡ് ടേൺ ഈ വൈൽഡ് പ്രോപ്പർട്ടിയാണ് ഇട്ടത്. തേർഡ് ടേൺ ആയിട്ട് എൻ്റെ ഓപ്പണൻറ്റ് ഡീൽ ബ്രേക്കർ ആണ് ഇട്ടത്. അപ്പോഴത്തേക്ക് എൻ്റെ ഡീൽ ബ്രേക്കർ ഇട്ട എൻ്റെ ഒരു പ്രോപ്പർട്ടി എൻ്റെ ഓപ്പണൻറ്റിനെ എടുക്കാം. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എൻ്റെ ഈ ഫുൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി എടുത്തു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് ഇപ്പോൾ 2 കംപ്ലീറ്റ് പ്രോപ്പർട്ടീസായി. അപ്പോൾ അത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ തേർഡ് ടേണും കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിന് ഇപ്പോൾ 4 കാർഡ്സേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടെ എടുക്കണം. എൻ്റെ ഓപ്പണൻറ്റ് ഒരു കാർഡ്സ് പിക്ക് ചെയ്തു. ഇത് എൻ്റെ ടേണാണ്, 2 എണ്ണം ഞാൻ എടുക്കുവാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പാസ്കോ കിട്ടിയിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ടേണായിട്ട് ഞാൻ ഇതാണ് ഇടുന്നത്, ഒരു പ്രോപ്പർട്ടി. ഇനി എനിക്ക് ഒരു കാർഡും കൂടെ കിട്ടിയാൽ എനിക്ക് കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആകും. സെക്കൻഡ് ടേണായിട്ട് പിന്നെ ഞാൻ ഇതാണ് ഇടുന്നത്. ഇതിന് 2 കാർഡ്സ് മതി കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആകാനായിട്ട്. പിന്നെ പാസ്കോ ഉള്ളതുകൊണ്ട് പാസ്കോയും കൂടെ ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ 2 കാർഡ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇത് രണ്ടുമാണ് കിട്ടിയത് ഗായ്സ്. എനിക്കപ്പോൾ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവാറായി. ഫസ്റ്റ് ടേണായിട്ട് ഞാൻ ഇതിട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് 3 കാർഡ് ആയതുകൊണ്ട് ഇത് നോക്ക്, 3 കാർഡ്സ് കംപ്ലീറ്റ് സെറ്റ് ആകും. അപ്പോഴത്തേക്ക് എനിക്ക് 2 കംപ്ലീറ്റ് പ്രോപ്പർട്ടി വീണ്ടും ആയി ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് തേർഡ് ടേണായിട്ട് ഞാൻ ഫോസ്റ്റ് ഡീൽ ഇതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് എടുക്കാനായിട്ട് വേറെ കാർഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോസ്റ്റ് ഡീൽ ഇടുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ ടേൺ സ്കിപ്പ് ചെയ്യുവാണ്. ഞാൻ ഈ കാർഡ് ഇടാൻ പോവുകയാണ് ഇവിടെ. അപ്പോഴത്തേക്കും എനിക്ക് ഒരു കാർഡും കൂടെ കിട്ടിയ 3 കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് ഞാൻ ജയിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കളിയാണ്. എൻ്റെ ഓപ്പണൻറ്റ് 2 കാർഡ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഓപ്പണൻറ്റ് ഫസ്റ്റ് ടേണായിട്ട് ഈ പ്രോപ്പർട്ടി കാർഡാണ് ഇട്ടേക്കുന്നത്. സെക്കൻഡ് ടേണായിട്ട് കംപ്ലീറ്റ് പ്രോപ്പർട്ടിയുടെ മുകളിൽ ഇടാൻ പറ്റുന്ന ഹൗസാണ് ഇട്ടേക്കുന്നത്. തേർഡ് ടേണായിട്ട് വേറൊരു ഹൗസ് വേറെ കംപ്ലീറ്റ് പ്രോപ്പർട്ടിയുടെ പുറത്തിട്ടേക്കുന്നുണ്ട്. അപ്പോൾ 4 കാർഡ്സ് ഉള്ളതുകൊണ്ട് ഒരു കാർഡ്സ് പിക്ക് ചെയ്തു. ആൻഡ് ഇറ്റ്സ് മൈ ടേൺ. അപ്പോൾ 2 കാർഡ്സായിട്ട് ഞാൻ ഇതെടുക്കുവാണ്. അപ്പോൾ ഞാൻ 2 കാർഡ്സ് എടുത്തപ്പോൾ എനിക്ക് ഇത് രണ്ടുമാണ് കിട്ടിയത്. നല്ല സ്പെഷ്യൽ കാർഡ്സാണ്. ഫ്രഞ്ച് കാർഡും ഡബിൾ ത്രെൻഡും കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേണായിട്ട് എനിക്കിത് രണ്ടും ഒരുമിച്ചിടാം. എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എൻ്റെ ഓപ്പണിന് എനിക്ക് 6 തരേണ്ടി വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേണായിട്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ടു. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എനിക്ക് 6 തരേണ്ടി വരും. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റ് എനിക്ക് കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവാതിരിക്കാനായിട്ട് എൻ്റെ ഓപ്പണൻറ്റ് എനിക്കിത് ഈ 3 കാർഡ്സാണ് തന്നത്. അടുത്ത് ഇത് നമ്മൾക്ക് നമ്മുടെ പ്രോപ്പർട്ടികളുടെ കൂടെ നമുക്ക് നിരത്തി വയ്ക്കാൻ പറ്റും. ആൻഡ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേൺ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സെക്കൻഡ് ടേണായിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കാർഡാണ് ഇടുന്നത്. ഈ കാർഡിന് എനിക്ക് എൻ്റെ ഓപ്പണൻറ്റ് ഇപ്പോൾ തന്ന ഒരു കാർഡുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് 2 കാർഡ്സും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റി വയ്ക്കുവാണ്. എൻ്റെ തേർഡ് ടേണായിട്ട് അപ്പോൾ ഞാൻ ഏതിട്ടാലും കാര്യമില്ല. അപ്പോൾ ഞാൻ ഫോസ്റ്റ് ഡീൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോസ്റ്റ് ഡീൽ ഇട്ടു. അപ്പോഴത്തേക്ക് എൻ്റെ ഓപ്പണൻറ്റിന് ഈ കാർഡ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം യു മൈ നോട്ട് ടേക്ക് എ കംപ്ലീറ്റ് പ്രോപ്പർട്ടി പാർട്സ് ഓഫ് എ കംപ്ലീറ്റ് സെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് സെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് വേറൊരു കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആവാറായതിൻ്റെ കൂടെ വെച്ചു. എൻ്റെ തേർഡ് ടൈം കഴിഞ്ഞു. അപ്പോൾ എനിക്ക് 2 കാർഡേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 3 കാർഡ് എടുക്കണം. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഫോസ്റ്റ് ഡീൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ കാർഡാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേൺ എൻ്റെ തേർഡ് ടേൺസും കഴിഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് 2 കാർഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 3 കാർഡ് എടുക്കണം. ഗൈസ് 3 കാർഡ് എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കാർഡാണ്. അതിനു മുമ്പ് നമുക്ക് എൻ്റെ കാർഡ്സ് നോക്കാം. ഓ ഗൈസ്, അത് കൊടുക്കണ്ടായിരുന്നു, ജസ്സിനെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഓപ്പണൻറ്റിൻ്റെ ആണ് 2 കാർഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓപ്പണൻറ്റ് ഫസ്റ്റായിട്ട് ഇട്ടത് ഈ കാർഡാണ്, ഒരു നല്ല പ്രോപ്പർട്ടിയാണ്. 2 കാർഡായി. ഒരു കാർഡും കൂടി ഇട്ട് എൻ്റെ ഓപ്പണൻറ്റ് ജയിക്കും ഗൈസ്.
അപ്പോൾ തേർഡ് ടേൺ ആയിട്ട് ഇട്ടത് എൻ്റെ ഓപ്പണൻ്റ് ഈ കാർഡാണ് ഇട്ടത്. അപ്പോഴത്തേക്കും എൻ്റെ ഓപ്പണൻ്റ് ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ 2 കാർഡ്സ് നമുക്കിത് വൈൽഡ് പ്രോപ്പർട്ടി ആയിട്ട് ചൂസ് ചെയ്യാമല്ലോ. അപ്പോഴത്തേക്കും പ്ലസ് ഈ ഹൗസ് ഇട്ടാൽ നമ്മുടെ 3+ വാല്യൂ കൂടും. അപ്പോൾ 2 + 3 = 5. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പണൻറ്റിന് 5 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇതാണ് കൊടുക്കുന്നത് ഗൈസ്. ഞാൻ ഇത് രണ്ടും 4 ആയുള്ളൂ. അപ്പോൾ 5 ആയിട്ട് ഞാൻ ഇതും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പണൻറ്റിന് 5 കൊടുത്തു. എൻ്റെ ഓപ്പണൻറ്റിൻ്റെ തേർഡ് ടേൺ കഴിഞ്ഞു. ഇനി എൻ്റെ ടേൺ ആണ്. അതിന് മുമ്പ് എൻ്റെ ഓപ്പണൻറ്റിന് ഒരു കാർഡും കൂടെ വേണം, അത് എടുത്തു. ഇനി ഞാൻ 2 കാർഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. ഇത് രണ്ടാണ് എനിക്ക് കിട്ടിയ കാർഡ്സ്. അപ്പോൾ ഇതിട്ടാൽ ഞാനിപ്പോൾ ജയിക്കും ഗൈസ്. എൻ്റെ ടേൺ ആണ്. അപ്പോൾ ഗൈസ് എൻ്റെ എല്ലാ കാർഡ്സും നോക്കുക. അപ്പോൾ എൻ്റെ ടേൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേൺ ആയിട്ട് ഞാൻ ഇതാണ് ഇടുന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ 3 കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ആയി. അപ്പോൾ ഞാൻ ജയിച്ചു ഗൈസ്. ഇപ്പോൾ ഒരേ കളറിൽ 3 കംപ്ലീറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ 2 കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഒരേ കളറിൽ വന്നാൽ നമുക്കത് വേറെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കൂട്ടുന്നതല്ല. 3നും 3 കളറ് വേണം. അപ്പോൾ ഞാനിപ്പോൾ ജയിച്ചു. എൻ്റെ കയ്യിലുള്ള കാർഡ്സ് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഗൈസ് എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കയ്യിലുള്ള കാർഡ്സ് നല്ല സ്പെഷ്യൽ കാർഡ്സൊക്കെയാണ്. ഡിസൈനോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ മോണോപ്പൊളി ഡീൽ എന്ന ഗെയിമിൻ്റെ കുറിച്ച് പറഞ്ഞു തരാനുള്ള എൻ്റെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.